കോട്ടയം തിക്കോയിയിൽ ശിശുക്കടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുഞ്ഞിനെ വിറ്റത് തൊടുപുഴയിൽ നിന്ന് പോലീസ്. കണ്ടെത്തൽ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. സനോജ്, പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന മറ്റു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും കോട്ടയം ഈരാറ്റുപേട്ട തീക്കോയി കേന്ദ്രീകരിച്ച് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ എത്തിച്ച് കുട്ടികളെ വിൽക്കുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച അന്വേഷണമാണ് ഇപ്പോൾ പുതിയ വഴിത്തിരിവിലെത്തി നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിന്നും രക്ഷപ്പെട്ട ആസാം സ്വദേശിനി പോലീസിൽ നൽകിയ മൊഴിപ്രകാരമാണ് അന്വേഷണത്തിൻ്റെ വ്യാപ്തി പോലീസ് വ്യാപിപ്പിച്ചത്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ സംഘം കുട്ടികളെ ഈ ആസാം സ്വദേശി നൽകിയ പരാതി കൂടാതെ മറ്റൊരു ഗർഭിണിയെ ഇവിടെ എത്തിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ വിറ്റു എന്ന നിർണായക വിവരം ലഭിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട് സ്വദേശി നേരത്തെ കസ്റ്റഡിയിലെടുത്ത മൂപ്പലി രാജ എന്ന് പറയപ്പെടുന്ന ഈ കേസിലെ പ്രതിയായിട്ടുള്ള ആളെ വിശദമായി ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് തൊടുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് കുഞ്ഞിനെ വിൽപ്പന നടത്തിയിരുന്നു എന്നുള്ള നിർണായക വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ 3 പേരാണ്, 2 പുരുഷന്മാരും ഒരു സ്ത്രീയും ഉൾപ്പെടെ 3 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അവരെ കസ്റ്റഡി വാങ്ങാൻ വേണ്ടിയുള്ള അപേക്ഷ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അവരെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നുള്ള ഒരു വിവരമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും ഈ കേസിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും ഒക്കെ തന്നെ ഉണ്ടാകും. ഈ കേസിൽ ഈ ഒരു കുട്ടിയെ മാത്രമാണോ ഇത്തരത്തിൽ വിറ്റഴിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ്. ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. കാരണം ആസാം സ്വദേശിയായിട്ടുള്ള യുവതി, അതായത് ഗർഭചിത്രത്തിന് വിധേയമാകണമെന്നുള്ള ഭർത്തൃവീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങാതെ വന്നതോടുകൂടിയാണ് അവർക്ക് നാട് വിടേണ്ടി വന്നത്. ഈ സോഷ്യൽ മീഡിയയിലൂടെ അവർ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ നിർധനരായിട്ടുള്ള അല്ലെങ്കിൽ നിരാലംബരായിട്ടുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഏറ്റെടുക്കുന്ന NGO സംഘത്തെക്കുറിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് ഈ തീക്കോയി കേന്ദ്രീകരിച്ച് നടത്തുന്ന NGO സംഘത്തെക്കുറിച്ചുള്ള വിവരം ഇൻസ്റ്റഗ്രാമിൽ നിന്നും അവർ അറിഞ്ഞത്. അങ്ങനെ ഒരു സ്വയം രക്ഷ എന്ന നിലയിൽ നാട് വിട്ട് ഇവിടെ എത്തി ഒരു സംരക്ഷണം തേടിയെത്തിയ യുവതിക്കാണ് ഇത്തരത്തിൽ ഈ കുട്ടികളെ വിൽപ്പന നടത്തുന്ന സംഘത്തിൽ നിന്നും മോശം അനുഭവം ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഉണ്ടാകുന്ന കുഞ്ഞിനെ തങ്ങൾക്ക് നൽകണമെന്നും അതുപ്രകാരം 3 ലക്ഷം രൂപ നൽകാമെന്നും ഇല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് തിരിച്ചുവിടുമെന്നുമുള്ള ഒരു നിർദ്ദേശമാണ് ഈ സംഘം ഈ യുവതിക്ക് നൽകിയത്. എന്നാൽ തൻ്റെ കുഞ്ഞിനെ വിട്ടു നൽകാൻ തയ്യാറല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സംഘത്തിൻ്റെ വലയിൽ നിന്നും ഈ ആസാം സ്വദേശിനി രക്ഷപ്പെടുകയും പിന്നീട് പോലീസിലെത്തി പരാതി നൽകുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം ആരംഭിച്ചപ്പോൾ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് വലിയ തോതിലുള്ള ഒരു ശൃംഖല ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടു നടത്തിയ അന്വേഷണത്തിലാണിപ്പോൾ ഈ ആസാം സ്വദേശിനെ മാത്രമല്ല ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുള്ളത്. ഇവർ മാത്രമല്ല ഇവരുടെ ഈ സംഘത്തിൻ്റെ ചതിക്കുഴിയിൽ പെട്ടിട്ടുള്ളത്. ഇതിനു മുമ്പും ഒരു സ്ത്രീ ഇങ്ങനെ ചതിക്കുഴിയിൽ പെട്ടിട്ടുണ്ട് എന്നും അവരുടെ കുഞ്ഞിനെ ഈ സംഘം വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നും അത് തൊടുപുഴ കേന്ദ്രീകരിച്ചാണ് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. എന്തായാലും ഈ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം കൂടുതൽ അന്വേഷണം നടത്തുമ്പോഴാവും ഇതിൻ്റെ കൂടുതൽ വ്യാപ്തിയെക്കുറിച്ച് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുക. ശരണ്യ, ശരി. കോട്ടയം തിക്കോയിലാണ് കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി വിറ്റതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.